തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരികെ പോയി. ഇടയന്മാർ തങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്കുള്ള മടക്കയാത്രയിലാണ്. ലൂക്ക 2:20. അവരുടെ മടക്കയാത്രയുടെ സ്വഭാവം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ചില നന്മകളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നിലേക്ക് നോക്കാൻ മറക്കും. ചില അനുഗ്രഹങ്ങളൊക്കെ അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് കയറിപ്പറ്റിയാൽ പിന്നെ നമ്മൾ നടന്ന വഴികളും പ്രാർത്ഥിച്ച ദിനങ്ങളും കണ്ണുനീരൊഴുക്കിയ യാമങ്ങളും ഒക്കെ എന്നത്തേക്കുമായി ചവറ്റുകുട്ടയിൽ കളയും. എന്നാൽ ആട്ടിടയന്മാർ അങ്ങനെ ഒരു സ്വഭാവത്തിന് ഉടമകളായിരുന്നില്ല. അവർ എന്ത് ചെയ്തു? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരികെ പോയി. തങ്ങളോട് പറയപ്പെട്ടത് കാണുകയും കേൾക്കുകയും ചെയ്തതിന് ശേഷമുള്ള അവരുടെ പ്രതികരണം വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഇത് മഹത്വപ്പെടുത്തലിൻ്റെ മണിക്കൂറ, പിന്നെ സ്തുതിയുടെ മണിക്കൂറ. അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ദൈവം കാത്തിരുന്ന ഒരു അനുഗ്രഹം അവിടെ കണ്ണുകൾക്ക് കൊടുത്തു കഴിയുമ്പം കണ്ണുകൾ സ്തുതിയുടെ രംഗമായി മാറുകയാണ്, കാതുകൾ സ്തുതിയുടെ അനുഭവങ്ങളായി മാറുക, ജീവിതം സ്തുതിയുടെ തുടിപ്പുകളായി മാറുക. ഇത് തന്നെ ആവണ്ടേ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതവും സ്വർഗം ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരുപാട് നന്മകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാവവും ഇത് തന്നെ ആവണം. ഒരുപാട് നന്മകൾ സ്വീകരിച്ച നാം മറന്നുപോകുന്നൊരു ഭാവം ഇടയന്മാരുടെ മുഖത്ത് നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാക്കി തരികയാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.